ഡൊമസ്റ്റിക് വയലൻസ് ഇൻ മാരേജ് ഇത് പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ നേർച്ചകൾ നേർന്നത് കൊണ്ട് ഇല്ലാതാവുന്ന ഒരു കാര്യമാണോ? ആലോചിച്ച് നോക്കി. കൗൺസിലിംഗ് സെഷന് വന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ആ വ്യക്തിയുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ ചോര കല്ലിച്ച് കിടക്കുന്നതിൻ്റെ നീലപ്പാടുകൾ വരും. അതെല്ലാം കൺസീലറോ മേക്കപ്പ് ഇട്ടോ മറിച്ച് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊന്നും ആരോടും പറഞ്ഞില്ലേ? എന്തുകൊണ്ട് വീട്ടിലോ നാട്ടിലോ അറിയിച്ചില്ല? നല്ല വിദ്യാഭ്യാസമുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് ആ വ്യക്തി വരുന്നത്. ആ വ്യക്തി കേട്ട ഉത്തരം ഇതായിരുന്നു: പ്രാർത്ഥന നേർന്നും ധ്യാനങ്ങൾ കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റൂത്രേ ആ വ്യക്തിയെ. ഈ അബ്യൂസ് നൽകുന്ന വ്യക്തിയെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. റിയലി? ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് സമൂഹം അങ്ങനെ ചിന്തിക്കുന്നത്. അറിവില്ലായ്മയാണോ? അതോ നമ്മുടെ കുടുംബ പേര് നശിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോ ഡൊമസ്റ്റിക് വയലൻസ് ആയി വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാവുന്ന നാണക്കേട്, ആളുകളുടെ ചോദ്യം, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണോ തിരിച്ച് ആ ഒരു ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഒക്കെ പേര് പറഞ്ഞ് തിരിച്ചു തള്ളിവിടുന്നത്? ഒന്നാലോചിച്ച് നോക്ക്, ഇത് കണ്ടു വളരുന്ന മക്കളുടെ അവസ്ഥ. ഈ ഒരു മാറ്റം എന്ന് പറയുന്നുണ്ടല്ലോ, പ്രാർത്ഥന കൊണ്ടോ നേർച്ചകൾ നേർന്നോ ഒക്കെ മാറാം എന്ന് പറയുന്ന ആ ഒരു മറ്റു വ്യക്തിയുടെ ഒരു സ്വഭാവ വൈകൃതം, അതെന്നാ, എത്ര പ്രാർത്ഥിക്കണം, എപ്പോൾ മാറും? നമ്മളൊക്കെ കുറച്ചും കൂടെയൊക്കെ മനസ്സ് തുറന്ന് ചിന്തിക്കേണ്ട സമയമായല്ലേ? നമുക്ക് ഒരുപാട് അറിവുണ്ടെങ്കിലും ചിലപ്പോൾ ഒക്കെ വളരെ സങ്കുചിതമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല.